വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ പല രാജ്യങ്ങളും ആശങ്കയിലാണ്. പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നടപടി തങ്ങളുടെ രാജ്യത്തും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് എങ്കിലും അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ള രാജ്യം ഇറാനാണ്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി ശക്തി തെളിയിച്ച ഇറാൻ കൂട്ടത്തിൽ അമേരിക്കയെയും ചൊടിപ്പിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് അമേരിക്ക അവരുടെ ഉദ്ദേശം വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് എന്നാൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെ പോലെ അല്ല എന്ന് ഇറാന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇറാൻ അങ്ങനെ തളരുന്ന രാജ്യമല്ല. പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ഇറാൻ അവസാനം വരെ പൊരുതുമെന്ന് അമേരിക്കയ്ക്കും അറിയാം. ഷിയ ഭരണത്തിലുള്ള രാജ്യത്തിന് സുന്നി ഭരണത്തിലുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കില്ല എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇറാന്റെ അയൽക്കാരനായ ഇറാഖിൽ ഷിയ ഭരണകൂടമാണ് എങ്കിലും അവിടെ അമേരിക്കയുടെ പാവ സർക്കാരാണ്. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ സഹായം ഇറാന് ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇറാനൊപ്പം നിൽക്കുന്ന തുല്യശക്തികളെ നേരിടേണ്ടി വരുമോ എന്ന സന്ദേഹം അമേരിക്കയ്ക്കുണ്ട്. റഷ്യയും ചൈനയും എക്കാലവും ഇറാനൊപ്പമായിരുന്നു. ആണവായുധം നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ച് ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയും ചൈനയും അവർക്ക് ജീവനാഡിയായി. മനുഷ്യാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലതവണ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിയെങ്കിലും മതാധ്യക്ഷൻ ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനെയൊക്കെ അടിച്ചൊതുക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളയ്ക്ക് കൂടുതൽ മാനം കൈവരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വൻ പ്രക്ഷോഭമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യയിലും കലാപം പടർന്നു. നിരവധി പേർ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭങ്ങളെ നേരിടുന്ന ആഗോള രീതിയായ ഇന്റർനെറ്റ് വിച്ഛേദിക്കലും നടക്കുന്നു. പണപ്പെരുപ്പത്തിലും ജീവിത ചെലവിലും പ്രതിഷേധിച്ച് ടെഹ്റാനിലാണ് ആദ്യം സമരം തുടങ്ങിയത്. രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമായ വിലക്കയറ്റം സ്വാഭാവികമായും എല്ലാവരുടെയും അമർഷം പൊട്ടിയൊഴുകാൻ കാരണമായി. ഭരണകൂടത്തോടുള്ള എതിർപ്പ് രാജ്യത്തെങ്ങും കത്തിപ്പടരവേ ഇറാനിൽ പ്രതിഷേധത്തിനിടെ സ്ത്രീകൾ സിഗരറ്റ് പുകച്ചുകൊണ്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ഫോട്ടോ കത്തിക്കുന്ന ചിത്രങ്ങൾ പോലും വൈറലായി. ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി തെരുവിൽ പ്രതിഷേധിക്കുന്ന ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് കരുത്തു പകരുകയാണ് ഈ ചിത്രങ്ങൾ. ഇറാനിയൻ നിയമപ്രകാരം പരമോന്നത നേതാവിന്റെ ചിത്രം കത്തിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. സ്ത്രീകളെ ദീർഘകാലമായി നിയന്ത്രിക്കുന്ന സമൂഹം പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിർബന്ധിത ഹിജാബ് നിയമം ഉൾപ്പെടെയുള്ള കർശന സാമൂഹിക നിയമങ്ങളെയും സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലുള്ള പരിമിതികളെയും പ്രതിഷേധക്കാർ ബോധപൂർവം നിരസിക്കുന്നതായാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യം ടെഹ്റാനിലും ചില നഗരങ്ങളിലും മാത്രമായിരുന്ന പ്രക്ഷോഭം ഇപ്പോൾ അനവധി നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. രാജ്യത്തെ 31 പ്രവിശ്യകളിലും പ്രതിഷേധം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ 28-ന് വിലക്കയറ്റത്തിനെതിരെ ആരംഭിച്ച സമരത്തെ കർശനമായാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. 2500 പേരെ കരുതൽ തടങ്കലിലാക്കി. എന്നാൽ പ്രതിഷേധം വ്യാപിച്ചതോടെ പോലീസ് നടപടികൾ മയപ്പെടുത്തി. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലെ മസ്ജിദ് ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിട്ട ജനക്കൂട്ടം ഏകാധിപതികൾ തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി. പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രക്ഷോഭകർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏജന്റുമാരാണ് എന്ന് ആരോപിച്ചു. ട്രംപ് അമേരിക്ക ഭരിച്ചാൽ മതിയെന്നാണ് ഇറാനിൽ ഇടപെടുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് ആയത്തുള്ള അലി ഖമേനി മറുപടി നൽകിയത്. ഇറാനിലേത് ജനരോഷമെന്ന് പറയുമ്പോഴും അതുണ്ടായ സമയം പ്രധാനമാണ്. വെനസ്വേലയിൽ സൈനിക നടപടി സ്വീകരിച്ച് പ്രസിഡന്റിനെ തട്ടിയെടുത്ത അമേരിക്ക ഇറാനിലേക്കും കൈകടത്തുമെന്ന സൂചനയുണ്ട്. പ്രക്ഷോഭകർക്കൊപ്പം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകളെ കൊല്ലാൻ തുടങ്ങിയാൽ ഇടപെടേണ്ടി വരുമെന്നും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കയിൽ നിയമപരമല്ലാത്ത അഭയാർത്ഥികൾക്കെതിരെ എന്ന പേരിലുള്ള നടപടി പലപ്പോഴും പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അവയെ അടിച്ചൊതുക്കുന്ന ഡൊണാൾഡ് ട്രംപാണ് മറ്റൊരു രാജ്യത്തെ പ്രക്ഷോഭകരെ പിന്തുണയ്ക്കുന്നത്. ഇറാനിലെ പ്രക്ഷോഭകർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് റേസ പെഹ്ലവിയെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. പെഹ്ലവി തിരിച്ചു വരുമെന്ന ബാനറുകൾ ഉയർത്തിയും പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇറാനിലെ അവസാനത്തെ രാജാവായ മുഹമ്മദ് റേസ പെഹ്ലവിയുടെ മൂത്ത മകനാണ് റേസ പെഹ്ലവി. 1979-ലെ ഇസ്ലാമിക പ്രക്ഷോഭത്തെ തുടർന്ന് മുഹമ്മദ് റേസ പെഹ്ലവി നാടുവിട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ പുറത്താക്കും വരെ പ്രക്ഷോഭം തുടരണമെന്ന് റേസ പെഹ്ലവി ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്.
ഈ നീക്കത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും പലരും വിശ്വസിക്കുന്നു. ഇറാനിലെ മുമ്പൊരു പ്രക്ഷോഭത്തിലും ഇത്ര ശക്തമായി റേസ പെഹ്ലവി ഇടപെട്ടിട്ടില്ല. ഇത്തവണ ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ വരുന്നു. ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് കാണുന്നുണ്ട് എന്നും റേസ പെഹ്ലവി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേർത്തു വായിച്ചാൽ ചിത്രം വ്യക്തമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ മാറ്റി റേസ പെഹ്ലവിയുടെ പാവ സർക്കാരിനെ അവരോധിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തീവ്രവാദ ഏജന്റുമാരാണ് ഇറാനിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇറാൻ ഔദ്യോഗിക മീഡിയ വിഭാഗവും പ്രസ്താവനയിറക്കി. 12 ദിവസത്തിലധികമായി ഇറാനിൽ വിലക്കയറ്റത്തിനും ഇറാൻ കറൻസിയുടെ ഇടിവിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ പ്രക്ഷോഭം നടക്കുകയാണ്. 2000-ലധികം പേർ അറസ്റ്റിലായെങ്കിലും ഇറാനിലെ തെരുവുകളിൽ പ്രക്ഷോഭകർ നിറയുകയാണ്. ചോര പുരണ്ട മുഖവുമായി പ്രതിഷേധിക്കുന്ന സ്ത്രീയുടെ ദൃശ്യം വൈറലാണ്. ആരെയും പേടിയില്ല എന്നും 47 വർഷമായി മരിച്ചിട്ടെന്നും അവർ വിളിച്ചു പറഞ്ഞു. ഇറാൻ മതരാഷ്ട്രമായതു മുതൽ ജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഡിസംബർ 28-ന് ഇറാന്റെ തലസ്ഥാനത്ത് തുടങ്ങിയ പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ നേടിയത് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കി. ആദ്യം സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ച ആയത്തുള്ള ഖമേനി പിന്നീട് പ്രക്ഷോഭകരെ കൈകാര്യം ചെയ്യാൻ മൗനാനുവാദം നൽകുകയായിരുന്നു. പ്രതിഷേധക്കാരെ തിരിച്ചറിയാൻ ഡ്രോൺ നിരീക്ഷണമടക്കം സജ്ജമാക്കി. അക്രമ സംഭവങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെട്ടിട്ടും റഷ്യയോ ചൈനയോ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇറാനിലെ നിലവിലെ ഭരണകൂടം നിലനിൽക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. അമേരിക്കൻ ഉപരോധത്തെ അവഗണിച്ച് ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് റഷ്യയും ഇറാനുമാണ്. അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ലാത്ത റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇതേ കാരണം കൊണ്ട് തന്നെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും തിട്ടൂരങ്ങളെ വകവയ്ക്കാറില്ല. ആഭ്യന്തര വിഷയങ്ങളെ ചൊല്ലി ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മടിക്കുന്നതിന്റെ കാരണം ഇറാന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. നിയന്ത്രിത ആക്രമണമാണ് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ നടത്തിയത്. അതിനെ അപലപിച്ചതല്ലാതെ റഷ്യയും ചൈനയും മറ്റ് സൈനിക നടപടികൾക്ക് മുതിർന്നിട്ടില്ല. പക്ഷേ ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാൻ ശ്രമിച്ചാൽ കളി മാറും. കാരണം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനുമേലുള്ളത് കച്ചവട താല്പര്യമാണ്. ഇറാനിൽ അമേരിക്കൻ നിയന്ത്രിത ഭരണകൂടം വന്നാൽ വെനസ്വലയിലേതുപോലെ എണ്ണ വിപണനം അമേരിക്കയുടെ കൈകളിലാകും. ആർക്ക് എണ്ണ കൊടുക്കണം, എത്ര വിലയ്ക്ക് കൊടുക്കണമോ തുടങ്ങിയ എല്ലാം അമേരിക്ക തീരുമാനിക്കും. ഊർജ ആവശ്യത്തിൽ മുന്നിലുള്ള രാജ്യമായ ചൈനയ്ക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ലോകത്തെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ചൈനയുടെ ശ്രമം. അതിനായാണ് അവർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന ഒരു ഇടനാഴി പദ്ധതിക്ക് രൂപം കൊടുത്തത്. അതിൽ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് ഇറാനിലെ തുറമുഖങ്ങളാണ്. കോടാനുകോടി യുവാൻ ചെലവഴിച്ച് രൂപം കൊടുത്ത പദ്ധതി എങ്ങുമെത്താതെ കനത്ത നഷ്ടത്തിലേക്ക് പോകുന്നത് ചൈന നോക്കി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ ഏത് നീക്കത്തെയും ചൈന പ്രതിരോധിക്കും. ഉത്തര കൊറിയയാകട്ടെ വെനസ്വലയിലെ അമേരിക്കൻ നടപടിക്ക് പിന്നാലെ ആയുധങ്ങൾ സജ്ജമാക്കി തയ്യാറായി നിൽക്കുകയാണ്. നിരന്തര പരീക്ഷണങ്ങളിലൂടെ അമേരിക്കൻ നഗരങ്ങളെ ആക്രമിക്കാനുള്ള മിസൈലുകൾ ഉത്തര കൊറിയ വികസിപ്പിച്ചു കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകില്ല എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ഒരു കച്ചവടക്കാരനാണ് എന്ന് പല ലോക നേതാക്കളും വിശ്വസിക്കുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന ക്യാമ്പയിൻ തന്നെ അമേരിക്കയിലേക്ക് സമ്പത്ത് കൊണ്ടുവരണം എന്ന ലക്ഷ്യമാണ് കാണിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ താരിഫ് വർദ്ധിപ്പിച്ചത് ആദ്യപടിയാണ്. രാജ്യത്തിന് വളരെ ആവശ്യമുള്ള അസംസ്കൃത എണ്ണ കുറഞ്ഞ ചെലവിൽ എത്തിക്കാനാണ് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വലയിൽ സൈനിക നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ വെനസ്വലയിലെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ അമേരിക്കയുടെയോ അമേരിക്കൻ എണ്ണ കമ്പനികളുടെയോ നിയന്ത്രണത്തിലാണ്. അടുത്തത് സ്വാഭാവികമായും ഇറാനാകുമെന്ന് ബിസിനസ് നിരീക്ഷകർ വിലയിരുത്തുന്നു. പക്ഷേ ലോകത്തെ 3ാം ലോക യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള മൗഢ്യം ട്രംപ് കാട്ടുമോ? ട്രംപിന്റെ ഉപദേശകർ അതിന് കൂട്ടുനിൽക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊക്കെയുള്ള ഉപായമാണ് ഇറാനിലെ ജനങ്ങളെ ഇളക്കിവിട്ട് അവരെ കൊണ്ടുതന്നെ ഭരണകൂടത്തെ താഴെ ഇറക്കി പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കുക എന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും ഇറാനിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. എണ്ണ വഴിയുള്ള വരുമാനത്തിന്റെ ഒരംശം ഇറാന് നൽകി വിപണികളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിറച്ച് അങ്ങനെയും അമേരിക്കയെ ഗ്രേറ്റ് ആക്കാം. വെനസ്വേലയിലും സമാനമായ നീക്കമാണ് നടക്കുന്നത്. പണ്ട് ലോകത്തിന്റെ വലിയൊരു ഭാഗം ബ്രിട്ടീഷ് കോളനി ആയതുപോലെ അഭിനവ കോളനിസ്റ്റ് ആക്കാനാണോ ട്രംപിന്റെ ശ്രമം എന്ന വിലയിരുത്തലുകളുമുണ്ട്. നാറ്റോ സഖ്യരാജ്യമായ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ നാറ്റോയുടെ തലപ്പത്തുള്ള അമേരിക്ക തന്നെ ശ്രമിക്കുന്നത് പുതിയ ലോക വ്യവസ്ഥയ്ക്കാണ് തുടക്കം കുറിക്കുന്നത്.
രണ്ടാം ലോകയുദ്ധം അവസാനിച്ചിട്ട് 70 വർഷത്തോളമാകുമ്പോൾ കൂടുതൽ സമ്പത്ത് കൈവശം വയ്ക്കുന്ന രാജ്യത്തിന് ലോക പോലീസാകാം എന്ന സമവാക്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെയും വെനസ്വലയുടെയും എണ്ണയും ധാതുസമ്പുഷ്ടമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണവും അമേരിക്കയെ സ്വയം പര്യാപ്തമാക്കും. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് താരിഫുകളും അമേരിക്കൻ കമ്പനികൾ മറ്റൊരു രാജ്യത്തേക്ക് ബ്രാഞ്ചുകൾ സ്ഥാപിക്കാതിരിക്കുന്നതും സമ്പത്ത് കുമിഞ്ഞുകൂടാൻ കാരണമാകുമെന്നും ട്രംപ് വിശ്വസിക്കുന്നു. ആ വിശാല ലക്ഷ്യത്തിലേക്കുള്ള കണ്ണുകളാണ് ഇറാനും വെനസ്വലയും ഗ്രീൻലാൻഡും മറ്റും. വെനസ്വല ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അമേരിക്കയെ അപലപിച്ചുവെങ്കിലും ശക്തമായ ഒരു നീക്കവും ഒരു രാജ്യവും നടത്തിയിട്ടില്ല. നാറ്റോ അംഗമായ ഡെൻമാർക്കിനെ ആക്രമിക്കുമെന്ന സൂചന നൽകിയപ്പോൾ മറ്റൊരു നാറ്റോ അംഗവും ശക്തമായി എതിർത്തില്ല. അപ്പോൾ ലോകത്ത് എന്ത് നടത്തിയാലും ചൈനയോ റഷ്യയോ ഉത്തര കൊറിയയോ അല്ലാതെ മറ്റാരും പ്രശ്നമുണ്ടാക്കില്ല എന്ന് ട്രംപ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇറാനിൽ നേരിട്ട് സൈനിക നീക്കം നടത്താതെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയാലും വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. മറ്റ് രാജ്യങ്ങളിലെ വിമതർക്ക് ആയുധങ്ങൾ നൽകി ഭരണകൂടങ്ങളെ അട്ടിമറിച്ച ചരിത്രമുള്ള അമേരിക്കയ്ക്ക് ഇറാനിലും അത് സാധ്യമാണ്.